ഹലോ ഗൈസ്, ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാൻ പോവുകയാണ്. മേക്കപ്പ് പ്രോഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കുറേ മേക്കപ്പ് സാധനം എടുത്ത് കാണിച്ചു തരാൻ പോവാണ്. അല്ല, എൻ്റെ ഈ മേക്കപ്പ് ടേബിൾ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്താലോ. ഫസ്റ്റ് എൻ്റെ ബാംഗിൾസ് കളക്ഷൻസ് നോക്കാം. കണ്ടോ, ഇമാതിരി വളകൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും ഞാൻ മിക്ക വളകളും യൂസ് ചെയ്തിട്ടില്ല. ഒരു ഭംഗിക്ക് ഞാൻ വാങ്ങി വെക്കുന്നതാണ്. കുറേയൊക്കെ മീഷോയിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും പിന്നെ ഫാൻസിയിൽ നിന്നൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ഒരു സൈഡിലേക്ക് ഒതുക്കി വെക്കാം. അടുത്തത് എൻ്റെ ഇയറിങ്സ് കളക്ഷൻസ് ആണ്. വേണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ മിക്ക കമ്മൽസും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. മേളിൽ കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു കമ്മലില്ലേ, അത് ഇതുവരെയായിട്ട് ഞാൻ ഇട്ടുപോലും നോക്കിയിട്ടില്ല. എനിക്ക് വലിയ കമ്മലിനോട് അവരിഷ്ടം. പിന്നെ ഇച്ചിരി ഭംഗിക്കിരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് കണ്ടോ, ഇതൊരു പെഡിക്യൂർ മാനിക്യൂർ പാക്കാണ്. ഇത് ഞാൻ വാങ്ങി വെച്ചിട്ട് കുറേ നാളായി. പക്ഷേ ഇതുവരെയായിട്ടും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് യൂസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. ഇത് ഞാൻ പൊട്ടിച്ച് പോലും നോക്കിയിട്ടില്ല. കണ്ടോ, ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതുപോലെ വാങ്ങിയതുപോലെ തന്നെ ഇരിപ്പുണ്ട്. കുറേ നാളായിട്ടോ, കുറേ നാളെന്ന് പറയുമ്പോൾ കുറേ മാസങ്ങളായി. അതും ഇതുപോലെ തന്നെ ഞാൻ തിരിച്ച് വെക്കുകയാണ്. കാരണം എക്സ്പയർ ആകുമ്പോൾ ഇങ്ങനെ തന്നെ എടുത്ത് കളയണമല്ലോ. പിന്നെ യൂട്യൂബ് നോക്കിയൊക്കെ ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നല്ല മടിയുമുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ ഉള്ള അറിഞ്ഞുകൂടാത്തതിൻ്റെ ഒരു ഇതുകൊണ്ടല്ലോ. അടുത്തതായിട്ട് അതുപോലെ തന്നെ ഞാൻ വാങ്ങി വെച്ചേക്കുന്നത് ഒരു ഫേഷ്യൽ കിറ്റാണ്, ഗോൾഡൻ ഫേഷ്യൽ കിറ്റ്. ഇതും ഞാൻ വാങ്ങി വെച്ചിട്ട് കുറച്ച് നാളായി. പക്ഷേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പേടി, അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. കണ്ടോ, ഇതും പൊട്ടിക്കാണ്ട് തന്നെ വെച്ചിട്ടുണ്ട്. കാരണം ഇത് യൂസ് ചെയ്തിട്ട് മുഖത്ത് എന്തെങ്കിലും വരുമെന്ന് നല്ല പേടിയുള്ളത് കൊണ്ടാണ്. ആരുടെയെങ്കിലും മുഖം കിട്ടിയെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു. പക്ഷേ വേണ്ട, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ഇതും ഒരു ഭാഗത്തേക്ക് ഞാൻ മാറ്റി വെക്കുകയാണ്. എക്സ്പയർ ആകുമ്പോൾ കളയാമല്ലോ. അടുത്ത് കുറച്ച് ബ്രഷാണ്. ഞാൻ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിൽ മിക്ക ബ്രഷസും യൂസ് ചെയ്യില്ല. കാരണം അതും യൂസ് ചെയ്യാൻ അറിയില്ല. എല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലെ മിക്ക ബ്രഷസും എന്തിനാന്ന് പോലും എനിക്കറിഞ്ഞൂടാ. എങ്കിലും ഞാൻ സൂക്ഷിച്ച് വെക്കും. അതാണ് ഞാൻ. അങ്ങനെ ഈ ബ്രഷ് എല്ലാം കൂടെ കൂട്ടിപ്പറക്കി ഞാൻ ഇതുപോലെ ഇതെനിക്ക് ബ്രഷ് കിട്ടിയ ബോക്സാണ് കേട്ടോ. അതിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ ഈ ബ്രഷസൊക്കെ ഇട്ട് വെക്കുന്നത്. പിന്നെ ഈ ഒരു ബ്രഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണാനൊരു വെറൈറ്റി ലുക്ക്. കണ്ടോ, ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ആ ഒരു സംഭവം ഇങ്ങനെ താഴോട്ട് വലിക്കുമ്പോഴായിരിക്കും ആ ബ്രഷ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ബ്രഷിൻ്റെ അടുത്തൊരു പ്രത്യേക സ്നേഹമുണ്ട്. കാണാനൊരു ലുക്കുള്ളതുകൊണ്ട് മാത്രമാണ് ഒരു പ്രത്യേക സ്നേഹം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ് ബ്രഷസ്. അടുത്തത് ഒരു കളർ കറക്റ്ററാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ ഇതങ്ങനെ യൂസ് ചെയ്യുന്ന സാധനമൊന്നും അല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്തിനെങ്കിലുമൊക്കെ ആവശ്യത്തിന് എടുക്കും എന്നല്ലാണ്ട് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. അടുത്തതായിട്ട് ഇതും ഒരു കളർ കറക്റ്ററാണ്. ഇതും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഇത് ഞാനങ്ങനെ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല എന്താണ്, കൊള്ളാൻ തോന്നി, അത്രയേ ഉള്ളൂ. ഇത് ഒരു പാൻ സ്റ്റിക്കാണ്. ഇത് ഡാൻസ് പ്രോഗ്രാമിനൊക്കെ ഞാൻ എടുക്കുന്ന, ഡാൻസ് പ്രോഗ്രാമിന് മാത്രമല്ല, ഞാൻ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ വരുമ്പോഴും ഞാൻ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതെനിക്ക് ഭയങ്കര മറ്റേ നോർമൽ ഫൗണ്ടേഷനെക്കാളും ഇതിനോടൊരു പ്രത്യേക സ്നേഹമുണ്ട് കേട്ടോ. എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് ഈ ഒരു സാധനം. അടുത്തതായിട്ട് ഒരു റോസ് വാട്ടറാണ്. പിന്നെ ഒരു ഫൗണ്ടേഷൻ, ഇത് BB അർബൻ കളേഴ്സിൻ്റെ ഒരു ഫൗണ്ടേഷൻ. ഇത് ടോണറാണ്, സ്ലോഗയുടെ ഒരു ടോണറല്ല, ഇതൊരു ക്ലെൻസറാണ്. ക്ലെൻസർ ഇതിൽ ബോട്ടിലൊന്നുമില്ല. ഇതിലുള്ളത് ഞാൻ ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് വെച്ചേക്കാണ്. അടുത്തതായിട്ട് ഇത് റോസ് വാട്ടറാണ്. ഞാൻ ഇത് ടോണറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതെൻ്റെ കോമ്പാക്ട് പൗഡേഴ്സാണ്. NYBയുടെയും അർബൻ കളറിൻ്റെയും 2 കോമ്പാക്റ്റ്. പിന്നെ ഇതൊക്കെ ലിപ് ബാമുകളാണ്. ഒരുപാട് ലിപ് ബാംസൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഇത് അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. ഫോറസ്റ്റ് നെക്ടറിൻ്റെ ഇത് ഹെയർ ഗ്രോത്ത് സെറം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒരു 2-3 ഡ്രോപ്സ് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസൾട്ട് എന്നൊന്നും പറയുന്നില്ല, എങ്കിലും ഒരു റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട്. ഇത് ഒരു മോയ്സ്ചറൈസറാണ്, വാസ്ലിൻ്റെ ഡെയിലി ബ്രൈറ്റനിങ് മോയ്സ്ചറൈസറാണ്. അതുപോലെ തന്നെ ഇത് വാസ്ലിൻ്റെ സൺ പ്രൊട്ടക്റ്റ് ക്രീമാണ്, സൺസ്ക്രീനാണ്. പിന്നെ നേരത്തെ നമ്മൾ വെച്ച ബ്രഷിൻ്റെ ഒരു ബോക്സ് ഇല്ലേ, അതിൻ്റെ മൂടിയാണ് കേട്ടോ ഇത്. അതിൽ ഞാൻ വെക്കുന്നത് ഇത് കൺസീലറാണ്, NYBയുടെ ഒരു കൺസീലറാണ്. ഞാനിത് വാങ്ങിയിട്ട് ഒരു 4-5 മാസമായി, 4-5 ഒരു 7 മാസമായെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല. ഇത് പിന്നെ പിള്ളേരൊക്കെ എടുത്ത് കളിച്ചിട്ട് വെച്ചേക്കുന്ന സാധനങ്ങളാണ്.
അങ്ങനെ ഇത് നമുക്ക് ആ ബോക്സിനകത്തോട്ടിട്ട് വെക്കാം. അടുത്തത് NYBയുടെ ഒരു സ്ട്രോബ് ക്രീമാണ്. അത് വല്ലപ്പോഴുമാണ് ഞാൻ ഈ സാധനം യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ട് അർബൻ കളേഴ്സ് അല്ല, ഫോറസ്റ്റ് നെക്ടറിൻ്റെ അണ്ടർ ഐ ക്രീമാണ് കേട്ടോ. ഇത് എന്നുവെച്ചാൽ കണ്ണടിയിൽ കറുപ്പൊക്കെ മാറും എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് ഞാൻ 2 പ്രാവശ്യം എങ്ങാണ്ട് കിട്ടുകൊടുത്തല്ലാണ്ട് ഞാനിത് യൂസ് ചെയ്തില്ല. ഇത് ഇടുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു നീറ്റൽ പോലൊരു ഫീല് ഉണ്ടായിരുന്നു. പക്ഷേ കുളം കണ്ടോ, മസാജ് ചെയ്യാനുള്ള സാധനമൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഇതും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കൊള്ളാം, ഇത് യൂസ് ചെയ്യാൻ കൊള്ളാം. പക്ഷേ ഡെയിലി യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടുമെന്ന് തോന്നുന്നു. അടുത്തതായിട്ട് ഇതൊരു പ്രൈമറാണ്. ഇതും അർബൻ കളറിൻ്റെ പ്രൈമർ. ഞാൻ കൂടുതലും അർബൻ കളർ, NYB ഇങ്ങനത്തെ സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അർബൻ കളറിൻ്റെ ഇതും ഇട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതൊരു ഐലൈനറാണ്. ഞാൻ ഇതും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, കാരണം ഇതും എനിക്ക് യൂസ് ചെയ്തിട്ടൊരു തൃപ്തി തോന്നിയിട്ടില്ല. എനിക്ക് ഡാസ്ലറിൻ്റെ ഐലൈനറാണ് കൂടുതലിഷ്ടം. അങ്ങനെ ഇതും മാറ്റി വെച്ച്, ഇത് ഒരു ഹെയർ ഓയിൽ. പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകാൻ സമയത്ത് മുടിയൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വീട്ടിൽ തന്നെ കാച്ചിയ എണ്ണയാണ്. മറ്റേ കരിഞ്ജീരകവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കാച്ചിയ എണ്ണയാണ്. ഇത് ഞാനൊരു ബോട്ടിൽ വാങ്ങിയിട്ട് അതിൽ വെച്ചേക്കുന്നതാണ്. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വാങ്ങിയൊരു ഓയിലാണ്, ആയർ ലുക്കിൻ്റെ ഹെയർ ഓയിൽ. ഇത് നേരത്തെ പറഞ്ഞ കാച്ചിയ എണ്ണ ഞാനൊരു 7up ബോട്ടിലായിട്ടൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് മറ്റേത് കഴിയുമ്പോഴത്തേക്ക് ഒഴിച്ചങ്ങ് വെക്കാമല്ലോ. അടുത്തതായിട്ട് ഇതൊരു മസ്കാരയാണ്, ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ്. ഇത് എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ വരുമ്പോൾ മാത്രമേ ഞാൻ ഈ വക സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതില്ലാണ്ട് പിന്നെ ഒന്നുമില്ലല്ലോ. ഇത് മേക്കപ്പ് സെറ്റ്, പണ്ട് യൂസ് ചെയ്തിരിക്കുന്ന സാധനമാണല്ലോ, ഇപ്പോഴും ഞാനിതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വാസ്ലിൻ പോലത്തെ തന്നെ ഒരു ബേബി പെട്രോളിയം ജെല്ലിയാണ്. ഇത് ഡോക്കിൻ്റെ ഒരു ഫേസ് സെറം. അടുത്തായിട്ട് ഇതൊരു മേക്കപ്പ് ഫിക്സർ സ്പ്രേ ആണ്, NYBയുടെ. ഇത് എൻ്റെ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക്. ഞാൻ മുമ്പ് ഫേസ് സ്കാനറയൊക്കെയാണ് യൂസ് ചെയ്തത്, പക്ഷേ എനിക്കിപ്പോൾ ഇതിനോട് ഇഷ്ടം. അടുത്തതായിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയൊരു ബ്ലഷാണ്. അടുത്തതായിട്ട് ഇതൊരു ബേബി ലിപ്സിൻ്റെ ഒരു ലിപ് ബാമാണ്. ഇത് മറ്റേ ടിൻറ്റഡ് ലിപ് ബാമില്ല, അതുപോലത്തെ ഒരു സാധനമാണ് കേട്ടോ. അങ്ങനെ അടുത്തതായിട്ട് ഇതൊരു ലിപ്സ്റ്റിക്കാണ് കണ്ടോ, നല്ല ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഇത് നമ്മുടെ ഐലാഷ് കളറാണ്. അടുത്തതായിട്ട് ഇത് ഹൈലൈറ്റർ. തറയിൽ വീണിട്ട് മൊത്തത്തിൽ പോയിട്ടിരിക്കുകയാണ്, പൊടിഞ്ഞു പോയി. പിന്നെ ഇത് എൻ്റെ ഒരു ഫാന്, ഒരു മിനി ഫാന്. പിന്നെ ഇതെൻ്റെ സ്ലൈഡ്, ഹെയർ ആക്സസറീസൊക്കെ ഇടുന്ന ഹെയർ ആക്സസറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ നോർമൽ സ്ലൈഡല്ല, ഇച്ചിരി ഭംഗിയുള്ള സ്ലൈഡൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇതെൻ്റെ ഡാൻസിൻ്റെ കുറേ സാധനങ്ങൾ. പക്ഷേ ഡാൻസിൻ്റെ മാത്രമല്ല കേട്ടോ, ഇത് നമുക്ക് അല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കിപ്പം മനസ്സിലായി. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ആ പൂവൊക്കെ വെക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഒറിജിനലായിട്ട് തന്നെ ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനത്തെ അടിപൊളി സാധനം. പിന്നെ ഇത് സ്ലൈഡ്, ക്ലിപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു ബോക്സ്. ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കുഞ്ചലം, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാനിങ്ങനെ മാറ്റിയും തിരിച്ചൊക്കെ വെച്ചേക്കാണ്. അങ്ങനെ ഇതെടുത്ത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് ഞാൻ സ്ലൈഡൊക്കെ ഇട്ട് വെച്ചേക്കുന്നൊരു ബോട്ടിലാണ്. ടിക് ടാക് സ്ലൈഡ്സ് ഉണ്ടല്ലോ, നമ്മൾ പൂവെക്കുന്ന സ്ലൈഡല്ല, ടിക് ടാക് സ്ലൈഡ്സ് എല്ലാം കൂടെ വാങ്ങി സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഒരു ബോക്സാണ്. അടുത്തതായി നമുക്ക് നമ്മുടെ ഈ മീശ ഒന്ന് ക്ലീൻ ചെയ്യണം. മുകളിലത്തെ സംഭവം എല്ലാം ഏതാണ്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതിനി നമ്മുടെ മീശ ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെ നമുക്കിതെല്ലാം എടുത്തങ്ങ് മാറ്റാം, എന്നിട്ട് ഓരോന്നായിട്ട് പറക്കി വെക്കാം. ഓക്കെ, ഇത് കണ്ടോ, ഞാൻ വെച്ചിട്ടുള്ള നെക്ലസ്, അതായത് ഒന്ന് എൻ്റെതും ഒന്ന് സിസ്റ്ററിൻ്റെതുമാണ്. അങ്ങനെ 2 നെക്ലസ് വെച്ചിട്ട് ഒരു ബോക്സ്. നെക്ലസ് വെക്കാൻ വേറെ ബോക്സ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ കാണിച്ചു തരാം. നെക്ലസ് വെക്കുന്ന ബോക്സൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്കെടുത്ത് ഇവിടെ വെക്കാം. അടുത്തതായിട്ട് ഇത് എനിക്ക് എൻ്റെ മറ്റേ സ്മാർട്ട് വാച്ച് വെക്കുന്ന, അതിൻ്റെ ലെതറൊക്കെ വെക്കുന്ന ഒരു ബോക്സാണ് ഇത്. ആ വാച്ച് കിട്ടിയത് ഈ ബോക്സിൽ തന്നെയാണ്. ഇത് അല്ലാണ്ട് തന്നെ കണ്ടോ ഇരിക്കുന്ന കോല, ഞാൻ അപ്പോഴപ്പോൾ ഊരിയും പറക്കിയൊക്കെ ഇടുന്നതാണ് കേട്ടോ. നമ്മുടെ ഡ്രസ്സിനെ മാച്ച് ചെയ്യുന്ന ഓരോ കളറ് ഇതുണ്ട് വാച്ചസ്, അത് നമുക്കിടാം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ബോക്സ്, കണ്ടോ. ഇത് തുറന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതിൽ ഞാനിനി എവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒതുക്കി വെക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് ഒതുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറേ പെട്ടികൾ വേണ്ടി വരുമെങ്കിൽ. ഇത് എങ്ങനെ വെക്കുന്നതെന്നൊന്നും സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. അതിന് വേണ്ടിയിട്ടൊരു സെറ്റപ്പ് ഞാൻ ഇനി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം.
അടുത്തതായിട്ട് കണ്ടോ ജോയ് ആലുക്കാസിൻ്റെ ഒരു ബോക്സ്. ഇതിനകത്തൊന്നും ഗോൾഡ് ഇല്ല കേട്ടോ. ഇത് ആ വൈറ്റ് കളർ ഡയമണ്ട് കൊണ്ടിരിക്കുന്ന സംഭവം എൻ്റെ കല്യാണത്തിന് റിസപ്ഷൻ ഇട്ട നെക്ലസും ഒക്കെയാണ്. മറ്റേത് എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് അവളിട്ട നെക്ലസ്സാണ് മെഹന്തിക്ക്. അടുത്തത് ഇത് ഞങ്ങളുടെ എൻ്റെ ഡാൻസിനിട്ട ഒരു നെറ്റിച്ചുട്ടിയാണ്. നെറ്റിച്ചുട്ടിയും ഒരു 2 മോതിരവും ഒക്കെ അതിനകത്തുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെയാണ് അതിനകത്ത് കിടക്കുന്നത്. അത് നമുക്കെടുത്ത് ഇങ്ങനെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇത് കണ്ടോ, ലോട്ടസ് ചെയിൻ. ഇത് ട്രെൻഡിങ് ആയിട്ട് നിന്ന സമയത്ത് ഇത് എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഞാൻ ഇതുവരെ ഇത് ഇട്ടിട്ടില്ല. ആ ഗ്രീൻ കളർ എങ്ങാണ്ട് ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഒരു ഓണത്തിന്. അല്ലാണ്ട് ഞാൻ വേറെ ഒരു നെക്ലസും ഞാൻ ഇതുവരെ പൊട്ടിച്ച് പോലും നോക്കിയിട്ടില്ല. പിന്നെ ആ ഇരിക്കുന്ന ചെയിന് എനിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല, എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഇത് എൻ്റെ പണ്ട് ഞാൻ ഡാൻസിനിട്ട ഒരു ചെയിനും ഇത് ഒരു ലോക്കറ്റുമാണ്. ലോക്കറ്റിൻ്റെ മാല പൊട്ടിപ്പോയി, അതിന് വേറെ സെറ്റ് ചെയ്യണം. ഇത് ഞാൻ മെഹന്തിക്ക് എൻ്റെ കല്യാണത്തിനിട്ട ഒരു ഹെയർ ആക്സസറിയാണ്. ഇത് ഒരു കേളറാണ്. ഇതൊന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഇനി ഉപയോഗിക്കുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇത് സ്ട്രെയിറ്റ്നർ ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തു, പിന്നെ എടുത്തിട്ടൊന്നുമില്ല അതിന് സ്ട്രെയിറ്റ്നർ. അടുത്തത് ഇതൊരു എന്താ പറയുക, ഇത് മുഖത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ ഫ്രീ കിട്ടിയ ഐറ്റമാണ്. പിന്നെ ഇതെന്താ, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ തന്നെ വെച്ച സാധനമാണ്. ഇത് മിഞ്ചി ഓർഡർ ചെയ്തിട്ട് അങ്ങനെ തന്നെ കൊണ്ടുവച്ച് കുറേ നാളായി ഇതെൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. പക്ഷേ ഇതുവരെയായിട്ട് ഞാനിത് ഇട്ടിട്ടില്ല, കാരണം ഇടാൻ തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് കാണാനൊരു ഭംഗി കണ്ടപ്പോഴത്തേക്ക് ഞാൻ അപ്പം തന്നെ ഓർഡർ ചെയ്ത് അപ്പം തന്നെ സാധനം വന്നു. പക്ഷേ ഇതുവരെ ഇട്ടില്ല, അത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇത് കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കുഞ്ചലം. പിന്നെ ഒരു സിൽവർ കുഞ്ചലം, ഗോൾഡിൻ്റെ ഒരു മറ്റേ ഉണ്ട പോലെ ഇരിക്കുന്ന കുഞ്ചലമുണ്ട്, അത് വേറെ പെട്ടിയില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു തിരുപ്പനുമുണ്ട് ഡാൻസ് സമയത്ത് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ഇതൊരു കോട്ടൺ, നമ്മുടെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതും വാങ്ങിയിട്ട് കുറേ നാളായ ഒരു സ്പഞ്ച്, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഇതിനി എടുക്കണം. അത് ഞാനിനി ഉടനെ ഇതെടുത്ത് യൂസ് ചെയ്യുന്നതാണ്. കുറേ നാളായി ഞാൻ വാങ്ങി വെച്ചിട്ട്, പക്ഷേ എന്തോ ഇനി എടുക്കും ഞാനത്. ഇത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരു ട്രാവൽ ബാഗാണ്, മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാധനം. അത് ഞാൻ പർപ്പിളിൽ നിന്ന് എനിക്ക് ഫ്രീ കിട്ടിയതാണ്. പിന്നെ കുറേ സ്ലൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് ഒരു മസാജർ. ഇതൊരു മാർബിൾ പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. ഇതെപ്പോഴും തണുപ്പായിട്ട് തന്നെ ഇരിക്കും, നല്ല രസമാണ് ഇത് വെച്ച് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് പുറകിലായിട്ട് വേറെ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു, നല്ല സ്മൂത്തായിട്ടുള്ള ഒരു സ്ലിം ആയിട്ടുള്ളൊരു സ്റ്റോൺ. അതെൻ്റെ മോൻ പൊട്ടിച്ച് കളഞ്ഞു. ഇത് പിന്നെ ഹെയറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം. പിന്നെ ബ്ലെൻഡർ, ഇതൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ ഇതൊക്കെയാണ് ഞാൻ ചിലങ്കയൊക്കെ കൊണ്ടുപോകുന്ന ബാഗ്. ഡാൻസൊക്കെ വരുമ്പോഴത്തേക്ക് ചിലങ്ക കൊണ്ടുപോകാനും അതിനൊക്കെയാണ് ഈ സഞ്ചി വെച്ചേക്കുന്നത്, കുറേ സാധനം വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം ഇങ്ങനെയാണ് ഞാൻ ഒതുക്കി പറക്കി എടുത്തിരിക്കുന്നത്. എങ്ങനെയുണ്ട്? എൻ്റെ ക്ലിപ്പൊക്കെ എവിടെയാണ് വെക്കുന്നതെന്നറിയോ? 2 തിരുപ്പം തൂക്കിയിട്ടിട്ട് കണ്ടോ, ഇത്രയും ക്ലിപ്സ് കണ്ടോ. ഇതാണ് ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ചെയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.